ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഓസ്ട്രേലിയയിലുള്ള കാൻബറ എന്ന് പറഞ്ഞ സ്ഥലത്തിലെ റോയൽ ഓസ്ട്രേലിയൻ മിൻറ്റിനെ കുറിച്ചാണ്. ഇവിടുത്തെ കാഴ്ചകളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ കാണിക്കാൻ പോകുന്നത്. കാൻബറയിലെ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് അട്രാക്റ്റീവ് പ്ലേസ് ആണിത്. പിന്നെ ഈ മിൻറ്റ് എന്ന് പറയുന്നത് 1965 കാൻബറയിൽ ഒഫീഷ്യലായിട്ട് ഓപ്പൺ ചെയ്തു. അതിനുശേഷം അവരുടെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് പൗണ്ട്സ്, ഷില്ലിങ്, പെൻസ് എന്നിവയൊക്കെ നിർമ്മാണം ചെയ്യുക എന്നുള്ളതായിരുന്നു. അതിനുശേഷം അവർ ഓസ്ട്രേലിയയുടെ ഡെസിമൽ ഡോളേഴ്സ് ഇൻട്രൊഡ്യൂസ് ആക്കി 1966. അതിനുശേഷം ഇവർ ഇന്ന് മിൻറ്റ് മറ്റ് രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ടും കോയിൻസ് ഉൽപ്പാദിക്കാൻ വേണ്ടി തുടങ്ങി. ഏകദേശം ഒരു 6 രാജ്യങ്ങൾക്ക് വേണ്ടി സപ്ലൈ ആക്കുന്നുണ്ട്. പോരാണ്ട് കളക്ടർ കോയിൻസ്, ഇൻവെസ്റ്റർ പ്രോഡക്ട്സ്, മെഡൽസ്, ടോക്കണ് ഡൊമസ്റ്റിക് ആയിട്ടും ഇൻ്റർനാഷണൽ ക്ലയൻസിനു വേണ്ടിയും ഇവർ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഓസ്ട്രേലിയ മിൻറ്റ് കയറാൻ വേണ്ടിയിട്ട് എൻട്രി ഫീസ് ഒന്നുമില്ല, ഫ്രീ ആണ്. പാർക്കിങ്ങും ഫ്രീ ആണ്. ഇവിടെ ഓപ്പണിംഗ് ടൈം എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് മൺഡേ ടു ഫ്രൈഡേ 8:30 to 5 PM, സൺഡേയും സാറ്റർഡേയ്സിലും 10 to 4 PM ആണ്. കിഡ്സിനെ കൊണ്ട് വരുന്നവർക്ക് ഒരു ചെറിയ പ്ലേയിങ് ഏരിയ ഉണ്ട് അവരെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതുകൂടാണ്ട് കോഫി ഷോപ്സും ഇതിൻ്റെ ഉള്ളിൽ അവൈലബിൾ ആണ്. ഇങ്ങനെ ഓരോന്നും കണ്ടുപോയപ്പോഴാണ് നമുക്ക് നമ്മുടെ രീതിയിൽ കോയിൻസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻസ് കണ്ടത്. അതൊരു ശരിക്കും ഒരു ടൈം പാസ് മൊമെൻ്റ് ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. നമ്മുടെ രീതിക്ക് കോയിൻസ് ഉണ്ടാക്കി വലിയ ഡിസ്പ്ലേയിൽ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ കോയിൻസ് കണ്ടുപോയപ്പം നമുക്ക് ശ്രദ്ധയപ്പെട്ടതാണ് ഈ ഓരോ കോയിൻസിൻ്റെ അകത്തും ഓസ്ട്രേലിയയിലെ ഓരോ ആനിമൽസിൻ്റെയും പിക്ചറുണ്ട് അതിൻ്റെ അകത്ത്. അതൊരു കാര്യം നമ്മൾ ഇങ്ങനെ കണ്ടുപോയപ്പോൾ നോട്ടീസ് ചെയ്തൊരു കാര്യമായിരുന്നു. പിന്നെ ഞങ്ങൾ കണ്ടത് എന്താണെന്ന് വെച്ചാൽ അവിടെ പണ്ട് യൂസ് ചെയ്തിരുന്ന മിഷനറി ആയിരുന്നു. ആ മിഷനറി പറയുന്നത് മെൽബൺ പ്രസ് എന്നായിരുന്നു. പിന്നെ നമുക്ക് അവിടെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ റോബോട്ടിക് ആയിട്ടുള്ള ഒരു മെഷീനാണ്. കോയിൻ ട്രാൻസ്ഫർ ചെയ്യുന്നത് അത് വളരെ രസമായിരുന്നു കണ്ടുകൊണ്ട് നമുക്ക് നിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൽ ഓരോ മൂവ്മെൻറ്റ്സ് അതുപോലെ തന്നെ ആ കോയിൻസ് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴുള്ള അതിൻ്റെ സൗണ്ടൊക്കെ വളരെ രസമായിട്ട് ഞങ്ങൾക്ക് തോന്നി. അങ്ങനെ ഞങ്ങൾ കാഴ്ചകളെല്ലാം കണ്ട് പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടി ഇറങ്ങിയപ്പോഴത്തേക്കിനാണ് ഒരു ഡിസ്പ്ലേ കണ്ടത്. ആ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ ടച്ച് ചെയ്യുന്നോ ആ ടച്ച് ചെയ്യുന്ന ഭാഗത്തിലേക്ക് കോയിൻസ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അത് കാണാൻ ഭയങ്കര രസമായിരുന്നു. പിന്നെ പിള്ളേർക്ക് അതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് തോന്നും. അവർ ടച്ച് ചെയ്യുന്ന ഭാഗത്തേക്ക് ഇങ്ങനെ കോയിൻസ് വരുന്നത് കാണുമ്പോഴത്തേക്കിന്. ഇത്രയും കാഴ്ചയായിരുന്നു മേളത്തെ ഫ്ലോറിലുണ്ടായിരുന്നത്. അതിനുശേഷം ഞങ്ങൾ താഴേക്ക് വന്നപ്പോഴത്തേക്കിനും നമുക്ക് നമ്മുടെ സ്വന്തമായിട്ടൊരു കോയിന് ഉണ്ടാക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ $3 കോയിൻ ആ മെഷീനിലേക്ക് ഇടുകയാണെങ്കിൽ നമുക്ക് $1 കോയിൻ കിട്ടും.
ഈ ഡോളർ എന്ന് പറയുന്നത് അലൂമിനിയം, നിക്കലും കോപ്പറിൻ്റെയും ഒരു മിക്സിങ് മൂലമാണ് ഈ ഡോളറിന് ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു കളറിൽ കാണപ്പെടുന്നത്. നമുക്ക് നോക്കാം ഈ കോയിൻ വരുന്നത്. അബി ഭയങ്കര ഹാപ്പി ആയിരുന്നു സ്വന്തമായിട്ടൊരു ഡോളർ കോയിൻ ഉണ്ടാക്കാൻ പറ്റിയതിൽ. അത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കാണുകയും നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ നോട്ട് കണ്ട്, ഈ നോട്ടെന്ന് പറയുന്നത് നമ്മൾ $200 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ $100 ആ നോട്ട് നമുക്ക് ഗോൾഡൻ പ്ലേറ്റഡ് നോട്ട് വിത്ത് സർട്ടിഫിക്കറ്റ് ആയിട്ട് നമുക്ക് തരും. അത് നമുക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുകയോ അല്ലെങ്കിൽ ഷെൽഫിൽ വെക്കുകയോ ഒക്കെ ആയിട്ട് ചെയ്യാം. പിന്നെ അല്ലാത്ത കുറച്ച് ഐറ്റംസും നമുക്ക് ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. ചെയിനിൽ കോയിനിൻ്റെ പടമുള്ളത്, പിന്നെ പെന്ന്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്രയൊക്കെ ആയിരുന്നു ഓസ്ട്രേലിയൻ മിൻറ്റിൽ ഞങ്ങൾ കണ്ടത്. കുറച്ച് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമായിരുന്നു അത്, നമ്മൾ ഫസ്റ്റ് ടൈം കാണുന്നത് കൊണ്ട്. പിന്നെ കിഡ്സിനൊക്കെ അത് നല്ല ഒരു നോളജ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ അകത്തൂടെ കാണാൻ പറ്റിയത്. അങ്ങനെ ഞങ്ങൾ ഓസ്ട്രേലിയൻ മിൻറ്റെല്ലാം കണ്ടു. ഇന്നത്തെ കാഴ്ചയെല്ലാം അവസാനിപ്പിച്ചു. ഇത്രയുമൊക്കെയായിരുന്നു ക്യാൻബറയിലുള്ള ഓസ്ട്രേലിയയിലെ മിൻറ്റിലെ കാഴ്ചകൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സീ യു ദെൻ, ബൈ.